ആഗോള കത്തോലിക്ക സഭാ തലവൻ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനില സങ്കീർണമായി തുടരുകയാണെന്ന് വത്തിക്കാൻ. മാർപ്പാപ്പയുടെ ഇരു ശ്വാസകോശങ്ങളിലും ന്യൂമോണിയ ബാധയുണ്ട്. ഞായറാഴ്ച വരെ അദ്ദേഹത്തിന്റെ എല്ലാ പൊതുപരിപാടികളും റദ്ദാക്കി. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ബ്രോങ്കൈറ്റിസ് ലക്ഷണങ്ങളോടെ 88-കാരനായ മാർപ്പാപ്പയെ റോമിലെ ജെമല്ലി പോളിക്ലിനിക്കിൽ പ്രവേശിപ്പിച്ചത്. ഇരു ശ്വാസകോശങ്ങളിലും ന്യൂമോണിയ ബാധിക്കുന്ന അവസ്ഥയായ ബൈലാട്രൽ ന്യൂമോണിയയാണ് മാർപ്പാപ്പയ്ക്ക് ബാധിച്ചിരിക്കുന്നതെന്ന് ഡോക്ടേഴ്സ്. ഇന്നലെ ഉച്ചയ്ക്ക് CT സ്കാൻ എടുത്തപ്പോഴാണ് ബൈലാട്രൽ ന്യൂമോണിയ കണ്ടെത്തിയത്. സങ്കീർണമായ അവസ്ഥയായതിനാൽ ആശുപത്രിയിൽ തന്നെ മാർപ്പാപ്പയ്ക്ക് തുടരേണ്ടിവരും. നിലവിൽ ആന്റിബയോട്ടിക് മരുന്നുകൾ ഉപയോഗിച്ചുള്ള ചികിത്സയാണ് മാർപ്പാപ്പയ്ക്ക് നൽകുന്നത്. രോഗാവസ്ഥയിലും മാർപ്പാപ്പ വായിച്ചും വിശ്രമിച്ചും പ്രാർത്ഥിച്ചും ദിവസം ചിലവിടുന്നുവെന്ന് വത്തിക്കാൻ പ്രസ്താവനയിൽ വ്യക്തമാക്കി. തനിക്കായി പ്രാർത്ഥിക്കാൻ മാർപ്പാപ്പ വിശ്വാസികളോട് അഭ്യർത്ഥിച്ചു. 21-ാം വയസ്സിൽ ശ്വാസകോശത്തിന്റെ ഒരു ഭാഗം നീക്കം ചെയ്തതിനാൽ മാർപ്പാപ്പയ്ക്ക് ശ്വാസകോശ അണുബാധ സാധാരണയായി ഉണ്ടാകുമായിരുന്നു. 2023 തുടക്കത്തിൽ മാർപ്പാപ്പയ്ക്ക് ന്യൂമോണിയ ബാധിച്ചിരുന്നു. ആ വർഷം ഉദരശസ്ത്രക്രിയയ്ക്കും വിധേയനായി. സെന്റ് പീറ്റേഴ്സ് ബസലിക്കയിൽ ഞായറാഴ്ച നടക്കുന്ന കുർബാനയിലും മാർപ്പാപ്പ പങ്കെടുക്കില്ലെന്ന് വത്തിക്കാൻ അറിയിച്ചിട്ടുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക് 24.